ചിന്തയ്ക്കായി സങ്കീർത്തന പുസ്തകം 63-ാമത്തെ അധ്യായം. ധ്യാനിക്കാൻ തിരഞ്ഞെടുത്ത ഭാഗം സങ്കീർത്തനം 63. ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം. അവൻ യഹൂദ മരുഭൂമിയിൽ ഇരിക്കും കാലത്ത് ചമച്ചത്. ദൈവമേ, അങ്ങ് എൻ്റെ ദൈവം. അധികാലത്ത് ഞാൻ അങ്ങേ അന്വേഷിക്കും. വെള്ളം ഇല്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം അങ്ങേക്കായി ദാഹിക്കുന്നു. എൻ്റെ ദേഹം അങ്ങേക്കായി കാംക്ഷിക്കുന്നു. അങ്ങനെ കർത്താവിൻ്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ ദൈവത്തെ നോക്കിയിരിക്കുന്നു. കർത്താവിൻ്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു. എൻ്റെ അധരങ്ങൾ കർത്താവിനെ സ്തുതിക്കും. എൻ്റെ ജീവകാലമൊക്കെയും ഞാൻ അങ്ങേ വാഴ്ത്തും. കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ കൈകളെ മലർത്തും ഉയർത്തും. എൻ്റെ കിടക്കയിൽ ദൈവത്തെ ഓർക്കുകയും ഞാൻ രാത്രിയാമങ്ങളിൽ അങ്ങേ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ പ്രാണനും മജ്ജയും മേധസ്സും കൊണ്ട് എന്ന പോലെ തൃപ്തി വരുത്തും. എൻ്റെ വായ് സന്തോഷമുള്ള അധരങ്ങളാൽ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവ് എനിക്ക് സഹായമായി തീർന്നല്ലോ. അങ്ങയുടെ ചിറകിൻ്റെ നിഴലിൽ ഞാൻ ഘോഷിച്ച് ആനന്ദിക്കുന്നു. എൻ്റെ ഉള്ളം കർത്താവോട് പറ്റിയിരിക്കുന്നു. കർത്താവിൻ്റെ വലങ്കൈ എന്നെ താങ്ങുന്നു. എന്നാൽ അവർ സ്വന്തം നാശത്തിനായി എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നു. അവർ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുന്നു. അവരോ വാളിൻ്റെ ശക്തിക്ക് ഏൽപ്പിക്കുന്നു. കുറുനരികൾ അവർ ഇരയായിത്തീരും. എന്നാൽ രാജാവ് ദൈവത്തിൽ സന്തോഷിക്കും. അങ്ങയുടെ നാമത്തിൽ സത്യം ചെയ്യുന്നവനെല്ലാം പുകഴും. എങ്കിലും ഭോഷ്ക് പറയുന്നവൻ്റെ വായെ അടഞ്ഞു. നല്ല ഒരു മനോഹരമായ ഒരു അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം. പല പ്രാവശ്യവും നമ്മൾ വായിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഭാഗം വായിച്ച് ആശ്വാസം പ്രാപിച്ചിട്ടുണ്ട്, ധൈര്യപ്പെട്ടിട്ടുണ്ട്, പ്രചോദിപ്പിച്ചിട്ടുണ്ട്, പ്രചോദനം കൊടുത്തിട്ടുണ്ട്. ദാവീദിൻ്റെ സങ്കീർത്തനങ്ങൾ ഞാൻ വിചാരിക്കുന്നു ഒത്തിരി സങ്കീർത്തനങ്ങൾ അവൻ എഴുതിയിരിക്കണം, ഒത്തിരി എഴുതിയിരിക്കണം. പക്ഷെ ദൈവസന്നിധിയിൽ പാടിയ സങ്കീർത്തനങ്ങൾ എല്ലാം ചലനമുണ്ടാക്കിയിരിക്കത്തില്ല. ഏതെല്ലാം സങ്കീർത്തനങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ ചലനമുണ്ടാക്കിയോ അതെല്ലാം വിശുദ്ധ വേദപുസ്തകത്തിൽ കർത്താവ് നമുക്ക് ദാനമായി തന്നു. പലപ്പോഴും നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോൾ നിങ്ങളെ മാത്രമല്ല എന്നെയും ആകർഷിക്കുന്നത് ഏറ്റവും ഇഷ്ടമുള്ള വാചകങ്ങൾ അല്ലെങ്കിൽ വാക്കുകൾ അല്ലെങ്കിൽ വചനങ്ങൾ. പലപ്പോഴും നമുക്ക് എഴുതിയവൻ ഏത് പശ്ചാത്തലത്തിൽ, ഏത് ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്നപ്പോൾ, ഏത് ബാക്ക്ഗ്രൗണ്ടിൽ ജീവിച്ചപ്പോൾ ആയിരുന്നപ്പോൾ എഴുതി എന്ന് ഉള്ളത് നമ്മൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കത്തേ ഇല്ല. യാതൊരു ആഗ്രഹവുമില്ല. നമുക്ക് വി വാണ്ട് എ ടെമ്പററി റിലീഫ്, ഒരു താൽക്കാലിക വിടുതൽ നമുക്ക് പെട്ടെന്ന്. അത് ടെമ്പററി ആകട്ടെ പെർമനൻ്റ് ആകട്ടെ, വി വാണ്ട് ഡെലിവറൻസ്. നമുക്ക് എന്ത് വേണം? വിടുതലയും വേണം, ആശ്വാസവും വേണം, സന്തോഷവും വേണം, സമാധാനവും വേണം. ഈ ഭാഗം ദാവീദ് എഴുതിയത് ഏകദേശം 13 വർഷം യഹൂദ മരുഭൂമിയിൽ തൻ്റെ അപ്പനെയും അമ്മയും കൂടപ്പിറപ്പുകളെയും വിട്ടിട്ടെന്ന് പറഞ്ഞാൽ നാട്ടിൽ ഇരിക്കാൻ പറ്റത്തില്ല. കാരണം അവനെ കൊല്ലാനായിട്ട് എഴുന്നേറ്റിരിക്കുന്ന ഏറ്റവും വലിയ ശത്രു അവൻ്റെ അമ്മായിയപ്പൻ സൗലായിരുന്നു. സൗൽ രാജാവ്, ദൈവത്താൽ അഭിഷേകിക്കപ്പെട്ട അഭിഷക്തനായ ഇസ്രായേൽ ദേശത്തിൻ്റെ ആദ്യത്തെ രാജാവും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവന് ദൈവം കാണിച്ചു കൊടുത്ത വ്യക്തിയാണ്. ശമൂവേൽ പ്രവാചകന് ദൈവം കാണിച്ചു കൊടുത്ത വ്യക്തി, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട അഭിഷക്തൻ ശൗൽ രാജാവ് എങ്ങനെയെങ്കിലും തൻ്റെ മരുമകൻ ദാവീദിനെ എന്ത് ചെയ്യണം? കൊല്ലണം. അസൂയ കൂടി. ഹി വാസ് സോ ജലസ്. അവൻ്റെ മരുമോനെ കാണുമ്പോൾ, ദാവീദിനെ കാണുമ്പം അവന് ഭയങ്കര കുശുമ്പ്, അസൂയ. എങ്ങനെയെങ്കിലും അവനെ തട്ടിക്കളയണം, കൊല്ലണം.
നമ്മുടെ ജീവിതത്തിൽ ദാവീദിൻ്റെ ജീവിതത്തിൽ വന്ന പ്രയാസങ്ങൾ പോലും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും വന്നിട്ടില്ല, വരാനും പാടില്ല. ദൈവം വരുത്താതെ ഇരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പക്ഷേ ദാവീദിൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും കഷ്ടങ്ങളും നാശനഷ്ടങ്ങളും വന്നിട്ടും ഒരു പരാതിയില്ല. കാരണം 13 വർഷങ്ങൾക്ക് മുൻപ് അവനെ ദൈവം ഇസ്രായേൽ ദേശത്തിൻ്റെ 2ാമത്തെ രാജാവായിട്ട് അഭിഷേകം ചെയ്തിട്ട് രാജകീയ പദവിയിലേക്ക് അവന് കയറാൻ സാധിച്ചില്ല. തൻ്റെ അപ്പനും അമ്മയും ജ്യേഷ്ഠന്മാർ സഹോദരന്മാരുടെ മുൻപിൽ ദൈവത്താൽ വിളിക്കപ്പെട്ട അഭിഷക്തനായ സാമുവേൽ പ്രവാചകൻ മുഖാന്തരം തന്നിൽ കൽപ്പിച്ച പ്രകാരം തൈലക്കൊമ്പിൽ അഭിഷേകത്തിൻ്റെ തൈലം എടുത്തു കൊണ്ടുവന്ന് ദൈവം കാണിച്ച ഭവനത്തിൽ കയറി. അവനറിയാം ഈസ എന്നുള്ള കുടുംബത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷെ അവന് എത്ര മക്കളുണ്ടെന്ന് അറിയത്തില്ല. വ്യക്തമായിട്ട് അവരെക്കുറിച്ച് യാതൊരു ഗ്രാഹ്യമില്ലാതെ ആ വീട്ടിൽ കയറി ചെല്ലുന്നത്. ദൈവത്തിൻ്റെ നിയോഗം അനുസരിച്ച് അവൻ പോയി. സാമുവേൽ അങ്ങനെ പ്രവാചകൻ സാമുവേൽ ചെന്ന് അവൻ്റെ ഇഷ്ടപ്രകാരമല്ല ഈശോയുടെ ഏതെങ്കിലും ഒരു മക്കളെ എടുത്ത് അഭിഷേകം ചെയ്തു. ദൈവം കാണിച്ചു കൊടുത്ത ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ജീവിക്കുന്ന, ദൈവം തൻ്റെ പദ്ധതിയിൽ പെടുത്തിയ ദാവീദിനെ ദൈവം ഇസ്രായേൽ ദേശത്തിൻ്റെ രാജാവായി അഭിഷേകം ചെയ്തു. പ്രഖ്യാപിക്കുക, ഇന്നു മുതൽ നീയാണ് രാജാവ്. പക്ഷെ രാജ്യസ്ഥാനത്തിരിക്കുന്നത് ശൗലിന് പകരം ദൈവം ദാവീദിനെ തിരഞ്ഞെടുക്കാൻ കാരണം ബിക്കോസ് അവൻ അനുസരിക്കാത്തത് കൊണ്ട്, ബിക്കോസ് ഹി ഈസ് ഡിസൊബീഡിയൻറ്റ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ധ്യാനിച്ചത് ഒബീഡിയൻറ്റിനെ കുറിച്ച്. എത്ര വലിയ പ്രവാചകൻ, ദൈവത്താൽ ഐക്യപ്പെട്ടവൻ, അഭിഷക്തൻ, ജനങ്ങളുടെ മുൻപിൽ ഏറ്റവും അറിയപ്പെടുന്ന സ്ഥലത്ത് വെച്ച് ജെറുസലേമിൽ വെച്ച് നിന്നെ അഭിഷേകം ചെയ്താലും when you disobey God, you are out of his plan എന്ന് ദൈവത്തെ സന്നിധിയിൽ നീ അനുസരണക്കേട് കാണിക്കുന്നു, അന്ന് ദൈവം നിന്നെ എടുത്ത് ഒന്ന് മാറ്റിവെക്കും. അത്രയേ ഉള്ളൂ. അവൻ്റെ അനുസരണക്കേട് അവനെ ലിസ്റ്റിലിരുന്ന് എടുത്ത് ദൈവം മാറ്റിയിട്ട് ദൈവം അതിന് പകരം ഇംപ്ലിമെൻ്റ് ചെയ്തത് ദൈവം ദാവീദിനെ ആയിരുന്നു. പക്ഷെ ദൈവം ദാവീദിനെ തിരഞ്ഞെടുത്തു. ദൈവം അവനെ അഭിഷേകം ചെയ്തു. അവനൊരു നല്ല പാട്ടുകാരനായിരുന്നു, ദൈവഭക്തനായിരുന്നു, പ്രാർത്ഥിക്കുന്നവനായിരുന്നു, ആശ്രയിക്കുന്നവനായിരുന്നു, വിശ്വസിക്കുന്നവനായിരുന്നു, ഒട്ടും ദൈവത്തെക്കുറിച്ച് യാതൊരു സംശയമില്ലാത്തവനായിരുന്നു. ദൈവത്തെക്കുറിച്ച് വളരെ വ്യക്തമായ കാഴ്ചപ്പാടും വെളിപ്പാടും ഉള്ളവൻ തൻ്റെ ജീവൻ്റെ രക്ഷയ്ക്കായി ഓടി യഹൂദ മരുഭൂമിയിൽ അവൻ പ്രവേശിക്കുക. 1-2 ദിവസമല്ല, 1-2 ആഴ്ചയല്ല, 1-2 മാസമല്ല, 1-2 വർഷമല്ല. ജയിലിൽ കിടന്നാൽ പോലും, ലൈഫ് ഇംപ്രിസ്മെൻറ്റ് കൊടുത്താൽ പോലും 10, 11, 12 വർഷം വേണമെങ്കിൽ നേരത്തെ ഇറങ്ങി വരാൻ പറ്റും, വഴികളുണ്ട്. പക്ഷെ ഇവൻ 13 വർഷക്കാലം, അറൗണ്ട് 13 years കുടുംബമായിട്ടോ ദേശമായിട്ടോ പാസ്റ്റർ സാമുവേൽ അല്ലെങ്കിൽ പ്രവാചകൻ സാമുവേലായിട്ടോ യാതൊരു ബന്ധവുമില്ല. നോബഡി ഈസ് ദെയർ ടു കെയർ ഫോർ ഹിം. അവനെ ഓർക്കാനോ അവനെ ഓർമ്മിപ്പിക്കാനോ അവനെ ഓർത്ത് പ്രാർത്ഥിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഹി വാസ് ലെഫ്റ്റ് അലോൺ. അങ്ങനെ ആരും ഇവിടെ വന്ന് കാണത്തില്ല. അവൻ അനുഭവിച്ച പ്രയാസങ്ങൾ 100% 2% അനുഭവിക്കുന്നവർ ഇവിടെ കടന്നു വന്നിരിക്കാം. ഞാൻ വിശ്വസിക്കുന്നു അവർക്കുള്ള മെസ്സേജ് ആയിരിക്കും. നിങ്ങൾ വിചാരപ്പെടേണ്ട. ചില വേദനയോട് കടന്നു വന്നിരിക്കാം, വിഷമത്തോട് കടന്നു വന്നിരിക്കാം, ഭാരത്തോട് കടന്നു വന്നിരിക്കാം. നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുക, എന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ല, ഞാൻ എത്രയോ പേരെ സഹായിച്ചിട്ടുണ്ട്, അവരെന്നെ തിരിഞ്ഞു നോക്കുന്നില്ല, ഞാൻ എത്രയോ പ്രാർത്ഥിച്ച് ഇന്ന കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് അവർ രക്ഷപ്പെട്ടത്. യെസ്, നല്ലതാണ്, നിങ്ങൾ പ്രാർത്ഥിച്ചത് നല്ല. ഇന്ന് ചിലപ്പോൾ നിങ്ങൾ മൈൻഡ് ചെയ്തില്ലായിരിക്കാം. അവരുടെ ലിസ്റ്റിൽ നിങ്ങൾ ഇല്ലായിരിക്കാം. പക്ഷേ ദൈവത്തിൻ്റെ ലിസ്റ്റിൽ നിങ്ങൾ ഉണ്ട് എന്നുള്ളതിനെ ഓർത്ത് സന്തോഷത്തോടെ ജീവിക്കണം. ലോകത്താരും മറന്നാലും, അപ്പനോ അമ്മയോ സഹോദരന്മാരോ കൂടപ്പുറപ്പുകളോ സ്വന്തക്കാരോ ബന്ധുക്കളോ കൂടെ പഠിച്ചവരോ സ്നേഹിതരോ നിങ്ങൾ സഹായിച്ചവരോ ഉണ്ടായിരിക്കാം. ഫെലിസ്തീയരുടെ കയ്യിലിരുന്ന് സൗൽ രാജാവിനും അവൻ്റെ പട്ടാളത്തിന് രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ദാവീദ് ഏലാ താഴ്വരയിൽ പോയപ്പം അവൻ പറഞ്ഞത്, ഞാൻ സേവിക്കുന്ന ദൈവത്തെ
ഗോലിയാത്തെ നീ നിന്ദിക്കുന്നു, ഫെലിസ്തീയർ നീ നിന്ദിക്കുന്നു, അഗ്രചർമ്മിയെ നീ നിന്ദിക്കുന്നു. ഐ വിൽ ഷോ ഹൂ ഈസ് മൈ ഗാഡ്. ഒറ്റയ്ക്ക് യുദ്ധക്കളത്തിൽ ഇറങ്ങി ഗോലിയാത്തിനെ വീഴ്ത്തിയവനെ ജനം മുഴുവനും മറന്നുപോയി. അത് കഴിഞ്ഞിട്ട് നടന്ന സംഭവമാണ്. അവൻ എവിടെ പോയി? ആരും അന്വേഷിക്കാനില്ല. ജനങ്ങൾ മുഴുവനും ഇവനെക്കുറിച്ച് പാട്ടെഴുതിയതാ. സൗൽ 1000 കൊന്നപ്പോൾ ദാവീദ് 10,000 കൊന്നു. പാട്ട് എഴുതിയവനെയും കാണാനില്ല, പാട്ട് പാടിയവനെയും കാണാനില്ല. ഓർത്തോളം, ഇന്ന് സ്തുതിക്കുന്നവനെ നാളെ നിനക്ക് കണ്ടെന്ന് വരത്തില്ല. നിന്നെ ആരാധിച്ചവനെ ചിലപ്പോൾ നാളെ നിങ്ങൾ കണ്ടെന്ന് വരത്തില്ല. കർത്താവിൻ്റെ ദൂത ശ്രദ്ധിച്ചോ? ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ പരിശോധനകൾ ദൈവം അനുവദിച്ചെങ്കിൽ ലോകം തരുന്ന സ്തുതിയിൽ ആർപ്പിട്ട് ജീവിക്കാനല്ല, അതോട് അനുബന്ധിച്ച് ജീവിതം നയിക്കാനല്ല, അതിനേക്കാളും ഉപരി നിന്നെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്. 13 വർഷക്കാലം ഇവനെ സ്തുതിക്കാൻ ആരുമില്ലെങ്കിലും ഇവനെ സ്തുതിക്കാൻ ഒരുവനുണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവിടെ ദാവീദ് പ്രകാരം പറയുകയാണ്, മരുഭൂമിയിൽ കിടന്ന ദാവീദ് പറയാണ്, തൻ്റെ ജീവനേക്കാൾ കർത്താവിൻ്റെ ദയ, എൻ്റെ ജീവനേക്കാൾ ആരുടെ ദയ വിലപ്പെട്ടത് എന്ന് പറഞ്ഞാൽ, ശൗൽ രാജാവിൻ്റെ കയ്യിലിരുന്ന് രക്ഷപ്പെടാൻ കാരണം ഇവൻ്റെ ജീവനെ രക്ഷിക്കാൻ. ഇവൻ്റെ എല്ലാവർക്കും അവരവരുടെ ജീവൻ വളരെ വിലപ്പെട്ടത്. വി ഓൾവേസ് ട്രൈ ടു സേവ് അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തെ തിന്മയിൽ നിന്നും നാശനഷ്ടങ്ങളിൽ നിന്നും എല്ലാ ശത്രുക്കളുടെ കയ്യിലിരുന്നും രോഗത്തിൽ നിന്നെല്ലാം നമ്മൾ രക്ഷപ്പെടാൻ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ രക്ഷപ്പെട്ട് വന്നവൻ പറയുകയാണ്, തൻ്റെ ജീവനെ രക്ഷപ്പെടുത്തി മരുഭൂമിയിൽ പ്രവേശിച്ചവൻ പറയുകയാണ്, എൻ്റെ ജീവിതത്തിനൊരു വിലയുമില്ല. എൻ്റെ ജീവനേക്കാൾ ആരാണ് വിലപ്പെട്ടവൻ? എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ജീവനെ കൊടുത്ത് ക്രൂശിൽ തൻ്റെ ജീവനെ യാഗമായി അർപ്പിച്ച് എൻ്റെ യേശു കർത്താവ് എൻ്റെ ജീവിതത്തെക്കാൾ വലിയവൻ എന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? ആമേൻ. തൻ്റെ ജീവനേക്കാൾ വലുത് ദൈവത്തിൻ്റെ സ്നേഹമെന്ന് തിരിച്ചറിഞ്ഞ ഒരു ഭക്തനാണ് ദാവീദ്. പ്രതികൂലത്തിൻ്റെ നടുവിൽ, പ്രയാസങ്ങളുടെ നടുവിൽ, ബുദ്ധിമുട്ടുകളുടെ നടുവിൽ, ഒറ്റപ്പെട്ട അനുഭവത്തിൽ ദാവീദിൻ്റെ വിശ്വാസം ഉറച്ച വിശ്വാസമായിരുന്നു. എല്ലാവരും കൈവിട്ട അവസ്ഥയിലും ഒരു പരാതി പറയാതെ ദൈവസന്നിധിയിൽ ഉറച്ചു വിശ്വസിച്ച ഒരു മഹാനായിരുന്നു ദാവീദ്. ദാവീദിൻ്റെ ജീവിതത്തിൽ നേരിട്ട എല്ലാ തിന്മകളുടെ നടുവിലും, എല്ലാ ബുദ്ധിമുട്ടുകളുടെ നടുവിലും he doesn't have had any complaint. ഒരു പരാതിയില്ല. ഇറ്റ് ഈസ് വെരി ഹാർഡ്. അപ്പോൾ ദാവീദിൻ്റെ ജീവിത ചരിത്രം ധ്യാനിക്കുമ്പോൾ he was very close to God. അവൻ്റെ ലൈഫിൽ ബലഹീനത ഉണ്ടായിരുന്നു. വേദപുസ്തകം ഒരിക്കലും പറയുന്നില്ല ദാവീദ് ഒരു വിശുദ്ധനെന്നോ അവൻ പൂർണ്ണനെന്നോ ഈസ് എ പെർഫെക്റ്റ് മാൻ എന്നോ വേദപുസ്തകത്തിൽ എങ്ങും പറയുന്നില്ല. പക്ഷെ ബൈബിൾ പറയുന്നുണ്ട്, അവൻ തൻ്റെ ജീവിതത്തിൽ നേരിട്ട എല്ലാ തിന്മകളിലും, കഷ്ടങ്ങളിലും, നഷ്ടങ്ങളിലും, ഒറ്റപ്പെട്ട അവസരങ്ങളിലും he never complained. അവനൊരു പരാതിയില്ല, പെറുപെറുപ്പില്ല. ദൈവം അനുവദിച്ച എല്ലാ സാഹചര്യങ്ങളിൽ കൂടി ദൈവത്തെ സ്നേഹിക്കുകയും ദൈവമാണ് എൻ്റെ ബലം, ദൈവമാണ് എൻ്റെ നിഴൽ, ദൈവമാണ് എൻ്റെ തണൽ എന്ന് പറഞ്ഞ് ദൈവത്തോട് തൻ്റെ ആഗ്രഹത്തെ ദൈവസന്നിധിയിൽ വെളിപ്പെടുത്തി ദൈവത്തോട് കൂടെ ചേർന്ന് ജീവിച്ച ഒരു പൈതലാണ് ദാവീദ്. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന പ്രിയ സഹോദരിയെ, സഹോദര, ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും എന്ത് നേരിട്ടാലും പറയണം, ഞാൻ ദൈവ പൈതലാണ്, ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. നന്മയാകട്ടെ തിന്മയാകട്ടെ, ഉയർച്ചയാകട്ടെ താഴ്ചയാകട്ടെ, എല്ലാം എൻ്റെ ദൈവം അനുവദിക്കുന്നതാ. എന്തനുവദിച്ചാലും എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള പ്രത്യാശയിൽ ഹല്ലേലൂയ മുമ്പോട്ട് പോകുന്നവനെ ദൈവം ഒരു നാളും കൈവിടത്തില്ല. ആ ഭാഗം നമുക്ക് വായിക്കുമ്പോൾ ദാവീദ് മരുഭൂമിയിൽ ഒറ്റപ്പെട്ട് ഏകനായി, ഏകാന്തതയിൽ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് തൻ്റെ ജീവൻ്റെ രക്ഷയ്ക്കായി
ഒളിച്ച ഒരു സ്ഥലമായിരുന്നു യഹൂദ, ദ ഡെസേർട്ട് ഓഫ് ജൂഡയ. അവിടെ ആ വിൽഡർനെസ്സിൽ, ആ യൂദ മരുഭൂമിയിൽ വന്നിട്ട് അവൻ ദൈവത്തോടെ പറയുകയാണ്, കർത്താവേ, എൻ്റെ ദാഹം ലോകപ്രകാരമായ ദാഹമല്ല, എൻ്റെ ആത്മാവ് അങ്ങയ്ക്കായി ദാഹിക്കുന്നു. അവൻ ഓടി വന്ന സ്ഥലത്ത് വെള്ളമില്ല, ഭക്ഷണമില്ല. യഹൂദ ഡെസേർട്ട് അല്ലെങ്കിൽ യഹൂദ മരുഭൂമി, നിങ്ങൾ അതിൻ്റെ പിക്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മുൾച്ചെടികൾ പോലുമില്ല. ഫുൾ മണൽ കാടും ഗുഹകളും മാത്രമേ ഉള്ളൂ, പാറക്കെട്ടുകൾ, വേറെ ഒന്നുമില്ല. ജസ്റ്റ് ഒരു വേസ്റ്റ് ലാൻഡാണ്. എന്ത് നട്ടാലും വളരത്തില്ല, ഒന്നും ഉണ്ടാവത്തില്ല. വെള്ളമില്ല, ഭക്ഷണമില്ല, ആഹാരമില്ല. രക്ഷയ്ക്കായി ഒളിച്ച് പാർത്ത സ്ഥലം എന്തായിരുന്നു? എവിടെയായിരുന്നു? ഒന്നുമില്ലാത്ത വേസ്റ്റ് ലാൻഡാണ്. രക്ഷയ്ക്കായിട്ട് ലോത്ത് തിരഞ്ഞെടുത്ത സ്ഥലം എന്തായിരുന്നു? വളരെ പച്ചയായിട്ടുള്ള താഴ്വരയാണ്, യോർദാൻ താഴ്വരയാണ് അവൻ തിരഞ്ഞെടുത്തത്. പക്ഷെ ഇവൻ തിരഞ്ഞെടുത്തത് യഹൂദ മരുഭൂമിയായിരുന്നു, ഒന്നുമില്ലാത്ത സ്ഥലമായിരുന്നു. ശ്രദ്ധിക്കണം, നമ്മളെല്ലാവരും എപ്പോഴും തിരഞ്ഞെടുക്കുന്നത്, ജീവിതത്തിൽ തിരഞ്ഞെടുക്കുന്നത് നല്ല അനുഗ്രഹിക്കപ്പെട്ട സ്ഥലങ്ങളാണ്. നമ്മുടെ മക്കളെല്ലാം പഠിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് സ്കൂൾസ് തിരഞ്ഞെടുക്കും. ഏറ്റവും പഠിച്ചു കഴിയുമ്പോൾ ഏറ്റവും നല്ല സ്ഥാപനം നോക്കി തിരഞ്ഞെടുക്കും. എവിടെയാണ് നല്ല ശമ്പളം, എവിടെയാണ് നല്ല യജമാനൻ. വി ട്രൈ ടു ടേക്ക് ദ ബെസ്റ്റ് പ്ലേസ്. നമ്മുടെ മക്കളൊക്കെ വിദേശത്ത് പോകുന്നു, നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ബെസ്റ്റ് സ്ഥലമാണ്. അമേരിക്കയാണോ, ഓസ്ട്രേലിയയാണോ, UK ആണോ? നമ്മൾ തിരഞ്ഞെടുത്ത എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുക, പ്രയാസങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുക, വിഷമങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുക. നമ്മൾ തിരഞ്ഞെടുത്ത സ്ഥലം. പക്ഷെ ദാവീദ് തിരഞ്ഞെടുത്ത സ്ഥലത്ത് ഒന്നുമില്ലായിരുന്നു. നത്തിങ് ഈസ് ദെയർ. അത് തന്നെ വലിയ ഡിഫറൻസാണ് നമുക്കും ദാവീദിനും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എവിടെ നല്ല വരുമാനം കിട്ടും, എവിടെ നല്ല ശമ്പളം കിട്ടും, എവിടെ ഉയർച്ച കിട്ടും, എവിടെ നന്നായിട്ട് പഠിക്കാൻ പറ്റും. വി ഓൾവേസ് ട്രൈ ടു ചൂസ് ദ ബെസ്റ്റ് പ്ലേസ്. പക്ഷേ ദാവീദ് തിരഞ്ഞെടുത്തത് ദൈവത്തെ ആയിരുന്നു. അവൻ്റെ പ്ലേസ് ദൈവമായിരുന്നു. അവൻ പോയ സ്ഥലം, അവൻ എത്തിയ സ്ഥലം അവന് വിഷയമല്ലായിരുന്നു. അവിടെ കുടിക്കാൻ വെള്ളമില്ല, ഭക്ഷിപ്പാൻ ആഹാരമില്ല. പക്ഷെ അവൻ പറയാണ്, സാഹചര്യം നോക്കുമ്പോൾ കുടിക്കാൻ വെള്ളമില്ല, ദാഹമുണ്ട്. പക്ഷെ അവൻ ദൈവത്തോട് പരാതി പറഞ്ഞത്, ഇസ്രായേൽ ജനം മരുഭൂമിയിൽ പ്രവേശിച്ചപ്പോൾ മോശയോട് പരാതി പറഞ്ഞു, ഇന്ന് കുടിക്കാൻ വെള്ളമില്ല. ഇവൻ്റെ പരാതി ലോകപ്രകാരമായ വെള്ളമല്ല. ഹി വാസ് തേഴ്സ്റ്റ് ഫോർ ഗാഡ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തോടു കൂടെ ചേർന്ന് ജീവിപ്പാൻ, അവൻ അങ്ങയുടെ വചനം വായിപ്പാനും ധ്യാനിപ്പാനും, ദൈവത്തിൻ്റെ പദ്ധതികളെ ഗ്രഹിപ്പാനും, ദൈവത്തോടു കൂടെ ചേർന്ന് ജീവിപ്പാനും, ദൈവത്തിൻ്റെ പദ്ധതികളിൽ പങ്കാളിത്തം പ്രാപിപ്പാൻ അവൻ ആഗ്രഹമുള്ള, ദാഹമുള്ള ഒരു വ്യക്തിയായിരുന്നു. He was so thirsty. നമുക്കറിയാം, ദാഹം ഒരു മനുഷ്യന് വന്നു കഴിഞ്ഞാൽ അവന് പരവേശം, അവന് തലകറങ്ങും, അവന് വിഷമമാണ്, തലവേദന വരും, നിരാശയാണ്. ബോഡിയിലുള്ള സെൽസിൽ വെള്ളം, ഫ്ലൂയിഡ് കുറയുമ്പോഴാണ് നമുക്കെന്ത് വരുന്നത്? പരവേശം വരുന്നത്. പരവേശം എവിടെയാണ് വരുന്നത്? മനസ്സിലാണ് വരുന്നത്. ഭാരം, അയ്യോ, ഉടനെ മനസ്സ് കണ്ണോടെ പറയും, വേഗം വെള്ളം എവിടെ ഉണ്ടെന്ന് നോക്ക്. കാലോടെ പറയും, കണ്ണ് കാണുന്ന സ്ഥലത്തേക്ക് വേഗം നടന്നു ചെല്ലണം. വെള്ളത്തിൻ്റെ അടുത്ത് എത്തുമ്പം മനസ്സ് കൈയോടെ പറയും, നീ എടുത്ത് വായിലേക്ക് ഒഴിക്കണം, അല്ലെങ്കിൽ ഡീഹൈഡ്രേഷനായി പെട്ടെന്ന് ഈ വ്യക്തി തളർന്ന് താഴേക്ക് വീഴും. മനസ്സിലാക്കുന്നുണ്ടോ പറയുന്നത്? ആത്മീയ ദാഹമില്ലാത്തവൻ ഒരു ദിവസവും ഒന്നും സംഭവിക്കത്തില്ല. പക്ഷേ ഡേവിഡ് ഹാഡ് ദ തേഴ്സ്റ്റ് ഫോർ ഗോഡ്. നമുക്കെല്ലാവർക്കും ലോകപ്രകാരമായ ദാഹങ്ങളാണ് കൂടുതൽ, അല്ലേ? സഭയിൽ വരുമ്പോൾ നമ്മുടെ ദാഹം എന്താ? കർത്താവേ, കുഞ്ഞ് 12ാം ക്ലാസ്സായി, അടുത്ത വർഷം കോളേജിൽ പോകുമ്പം എവിടെ വിടണമെന്ന് അറിയത്തില്ല, വരുമാനം ഇത്രയേ ഉള്ളൂ, ദാഹമാണ്. വിടുമ്പം ഫീസടയ്ക്കാൻ പണമില്ല, ദാഹമായി, എവിടെ കടം കിട്ടും, കടത്തിൻ്റെ ദാഹം.
കുഞ്ഞുങ്ങളെ പറഞ്ഞു വിട്ട് പഠിക്കുമ്പോൾ മാർക്ക് കിട്ടാനുള്ള ദാഹം. എൻ്റെ അപ്പനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് 4 മക്കളും ദൈവമക്കളായി വളരണം, ദൈവമക്കളായി വളരണം. എൻ്റെ ആഗ്രഹം തന്നെ. നിങ്ങളുടെ ആഗ്രഹം അങ്ങനെ ആയിരിക്കണം. മക്കൾ ദൈവത്തിന് വേണ്ടി ജീവിക്കണം, ദൈവമക്കളായി ജീവിക്കണം, ദൈവ പദ്ധതികളെ അറിയുന്നവരായി ജീവിക്കണം, ദൈവത്തിൻ്റെ പദ്ധതികളെ മനസ്സിലാക്കി ജീവിക്കുന്നവരായി മാറണം. 13 വർഷം നിങ്ങളുടെ മക്കളെ യഹൂദ മരുഭൂമിയിൽ ജീവിക്കാൻ നിങ്ങൾ അനുവദിക്കുമോ? 8 ഉണ്ടായിരുന്നു. അപ്പൻ വിചാരിച്ചു ഒരുത്തം പോയാലും ബാക്കി 7 വീട്ടിൽ ഉണ്ട്, സാരമില്ല. പാട്ടുപാടിയവർ എവിടെ പോയെന്നാണ് ഞാൻ ആലോചിച്ച്. ഇത്രയൊക്കെ സ്തുതിച്ചു, കയ്യൊക്കെ ഓടിച്ചു, മറ്റവൻ 1000 കുന്നു, 10,000. ഈ പാട്ടുപാടി ഒക്കെ സ്തുതിച്ച ഒറ്റ ഒരുത്തനെയും കാണാനില്ലല്ലോ. ഒരു മനുഷ്യൻ പോലും തേടി വന്നില്ല. ആമേൻ. ഓർത്തോളം, ദൈവം ഒറ്റപ്പെട്ട അനുഭവത്തിൽ അനുവദിക്കുമ്പോൾ പരാതി പറയരുത്, പിറുപിറുക്കരുത്. അതിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ പ്രത്യേക സന്ദേശമുണ്ടാവും, പ്രത്യേക ശുദ്ധീകരണമുണ്ടാവും, പ്രത്യേക മാനസാന്തരമുണ്ടാവും, സ്വഭാവ രൂപീകരണമുണ്ടാവും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പല ആത്മീയ നന്മകൾ, ആത്മീയ ശുശ്രൂഷകൾ ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരാനിടയായിത്തീരും. അതുകൊണ്ട് ദാഹം, ആത്മീയ ദാഹം ഇല്ലാത്തവൻ ഒരിക്കലും ദൈവസന്നിധിയിൽ വളരത്തില്ല. ആത്മീയമായിട്ട് ഒരിക്കലും വളരത്തില്ല. ആത്മീയമായിട്ട് ജീവിക്കുന്നവർക്കറിയാം, അവർ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം എഴുന്നേറ്റ് കട്ടൻ ചായയല്ല ഇടുന്നത്, ആദ്യം എഴുന്നേറ്റ് തുറക്കുന്നത് ബൈബിളാണ്. ഇന്ന് കർത്താവ് എന്നോട് എന്താണ് സംസാരിക്കാൻ, എന്ത് ആത്മാവ് പുഷ്ടി പ്രാപിക്കുന്നത് എന്താണ്, അവൻ പ്രാർത്ഥിക്കും, ദൈവമേ ഇന്നത്തെ പദ്ധതി എന്താണ്, വാട്ട് ഈസ് യുവർ പ്ലാൻ ഇൻ മൈ ലൈഫ്. ആത്മീയ ദാഹമില്ലാത്തവൻ ലോകപ്രകാരമായ കാര്യങ്ങൾക്ക് മാത്രമേ സംസാരിക്കത്തുള്ളൂ. കർത്താവെ പരീക്ഷയാണ്, മാർക്ക് വേണം, അത് വേണം, ഇത് വേണം. അവസാനം കിട്ടുന്നത് 6 അടി മണ്ണ്. ആമേൻ. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ മറന്നു പോവുകയാണ്. വി ആർ ട്രൈങ് ടു അച്ചീവ് ദ ഹോൾ വേൾഡ്. നല്ലതാണ്, പ്രാപിക്കുന്നത് നല്ലതാണ്, ഉയർച്ച. പക്ഷെ ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ച് ആത്മീയ ദാഹമുള്ളവരായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് വചനം വായിച്ച് ധ്യാനിച്ച് ദൈവവചനത്തോട് അനുരൂപപ്പെട്ട് സമർപ്പണമുള്ള ഒരു ജീവിതം നയിക്കുക. ദാഹമുള്ളവൻ ദൈവത്തെ അന്വേഷിക്കും, ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് ദൈവസന്നിധിയിൽ നന്ദി പറയും. ചിലപ്പോൾ ദാവീദിനെ പോലെ ഇത്രയും നെരുക്കത്തിൽ അല്ലെങ്കിൽ ഈ അവസ്ഥയിൽ കടന്നുപോയതുപോലെ അല്ലായിരിക്കാം ചിലപ്പോൾ ഇവിടെ ഒറ്റപ്പെട്ട അനുഭവത്തിൽ വന്നിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും മറന്നിരിക്കാം. നിങ്ങൾ സ്നേഹിച്ച സ്നേഹിതന്മാരോ നിങ്ങൾ കൂടെ നടന്ന അല്ലെങ്കിൽ കൂടെ പറപ്പുകളോ ആരെങ്കിലും നിങ്ങളെ മറന്നിരിക്കാം. പ്രത്യേകിച്ച് കൂട്ടായ്മയിൽ വരുന്നവർ പരസ്പരം നല്ല ബന്ധമുണ്ടായിരിക്കും. നല്ല കൂട്ടായ്മ കൂടി പ്രാർത്ഥിച്ച് പരസ്പരം സഹായിച്ച് സ്നേഹിച്ചവർ പെട്ടെന്നൊരു സന്ദർഭത്തിൽ ഒരു സാഹചര്യം നിങ്ങളെ മറന്ന് കൈവിട്ട അവസ്ഥയായിരിക്കാം. കർത്താവേ, എനിക്ക് എന്തുകൊണ്ടാണ് ഈ കഷ്ടം? അവൻ്റെ കഷ്ടതയിൽ ഞാൻ സഹായിച്ചിട്ടുണ്ട്, അവൻ്റെ കഷ്ടതയിൽ ഞാൻ കൂടെ നടന്നവനാണ്, അവനെ കാത്തവനാണ്, അവനെ പരിപാലിച്ചവനാണ്. പക്ഷേ ഇന്ന് അവനെന്നെ തിരിഞ്ഞു നോക്കുന്നില്ല. മേ ബി നീ വേദനയോടെ കടന്നു വന്നിരിക്കാം. പക്ഷേ ഈ വേദന ദൈവം അറിഞ്ഞിട്ട് തന്നെ അനുഭവിച്ചത്. ചില രൂപാന്തരം, ചില മാറ്റം, ചില ശുദ്ധീകരണം, ചില ഹോളി ലൈഫ് ഹോളിയിലേക്ക് നിന്നെ കടത്തുവാൻ, അതിലേക്ക് പ്രവേശിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ചില സ്വഭാവങ്ങൾ കൂട്ടുകാരോട് നടന്ന എന്ത് ചെയ്യത്തില്ല, ശുദ്ധീകരിക്കപ്പെടത്തില്ല. ചില സ്വഭാവ രൂപീകരണം നടക്കുന്നത് നീയും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ജീവിക്കുമ്പോൾ മാത്രമേ. മനസ്സിലാക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. യഹൂദ മരുഭൂമിയിൽ ദാവീദ് അനുഭവിച്ച വേദനകൾക്ക് പരിമിതിയില്ല. പക്ഷേ ആ വേദനകളൊന്നും അവൻ്റെ പരാതിയുമല്ല. ഞാൻ നോക്കിയപ്പോൾ 1-2 മാസമല്ല, 1-2 വർഷമല്ല, 13 വർഷമാണ്. അവൻ പറയാണ്, ദൈവമേ അങ്ങൻ്റെ ദൈവമേ അങ്ങ് എവിടെയാന്നല്ല ചോദിക്കുന്നത്. നമ്മളാണെങ്കിൽ പറയാം, കർത്താവെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ചിട്ട് 13 വർഷമായി, ദൈവമേ അങ്ങ് എവിടെയെന്ന് ചോദിക്കും. എവിടെ? പറയാണ്, കർത്താവെ അങ്ങൻ്റെ ദൈവം
ഞാൻ വന്നിരിക്കുന്നത് യഹോവ മരുഭൂമിയിലാണെങ്കിലും എനിക്ക് ഭക്ഷിപ്പാൻ ആഹാരമോ എനിക്ക് കുടിക്കാൻ വെള്ളമോ സാഹചര്യങ്ങളെല്ലാം പ്രതികൂലം, ഞാൻ കൂരിരുൾ താഴ്വരയിൽ നടന്നാലും ദൈവം എന്നോട് കൂടെ ഉണ്ട്. ദൈവം അങ്ങ് എൻ്റെ ദൈവമാണ്. അതിൻ്റെ അർത്ഥം ജീവിതത്തിൽ ദാവീദിന് ദൈവമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു, ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നതുകൊണ്ട് അവനൊരു പരാതിയുമില്ല. ദൈവമായിട്ട് ബന്ധമില്ലാത്തവർക്കാണ് പരാതികൾ ഒത്തിരി പരാതികളുണ്ട്. അപ്പം കൂടെ ഉള്ളപ്പോൾ മക്കൾക്ക് വല്ലതും പരാതി ഉണ്ടാവുമോ? അപ്പം മക്കളോടെ കൂടെ ഉള്ളപ്പം മക്കൾക്ക് പരാതി ഉണ്ടാവുമോ? അതാണ് ദാവീദ്. അപ്പം കൂടെ ഉണ്ടെന്ന് അവന് നല്ല ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ പറയുകയാണ്, അങ്ങൻ്റെ ദൈവമെന്ന് അവകാശത്തോടെ അവൻ പറയുകയാണ്. ദൈവമായിട്ടുള്ള ബന്ധം, ദൈവമായിട്ട് ചെയ്ത ഉടമ്പടി അവനറിയാം. ഞാനും ദൈവമായിട്ട് ചെയ്ത ഉടമ്പടി, അല്ലെങ്കിൽ ദൈവം എന്നോട് ചെയ്ത ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ ദൈവം എന്നെ വിട്ട് ഒരിക്കലും പോകത്തില്ല. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവമായിരിക്കും. ദൈവം ചെയ്ത ഉടമ്പടി അവന് നല്ല ബോധ്യമുണ്ട്, നല്ല ഉറപ്പുണ്ട്. ആ അവകാശത്തോടും ആ ഉറപ്പോടുമാണ് അവൻ ദൈവസന്നിധിയിൽ പറയാണ്, ദൈവമേ അങ്ങൻ്റെ ദൈവം അധികാലത്ത് ഞാൻ അങ്ങേ അന്വേഷിക്കും. വെള്ളമില്ലാത്ത ഉണങ്ങി വരേണ്ട ദേശത്ത് ഞാൻ വന്നത്, വെള്ളമൊന്നും ഇല്ലാത്ത ദേശത്താണ്. പക്ഷെ എൻ്റെ ഉള്ളം, എൻ്റെ ശരീരമല്ല, എൻ്റെ ഈ ത്രോട്ടല്ല, എൻ്റെ ശരീരമല്ല, എൻ്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു. ഒരു പരാതിയുമില്ല. അവൻ പറയാണ്, കർത്താവേ ഞാൻ എവിടെ വന്നാലും ഞാൻ അതിരാവിലെ എണ്ണിക്കുമ്പം എന്തു ചെയ്യും? ഞാൻ എണ്ണിക്കുമ്പം ബൈബിൾ വായിച്ച് പ്രാർത്ഥിക്കും. എൻ്റെ ദാഹം ആത്മീയ ദാഹം ആദ്യം. എൻ്റെ ആദ്യത്തെ പ്രയോറിറ്റി ദൈവത്തിൻ്റെ പ്ലാൻ എന്താണെന്ന് തിരിച്ചറിയുന്നത്. എൻ്റെ കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച് മാനസാന്തരത്തോടെ മുമ്പോട്ട് പോകാനാണ് എൻ്റെ പ്ലാൻ. എൻ്റെ പ്രയോറിറ്റി അതാണ് കർത്താവേ. എത്ര പേരങ്ങനെ ചെയ്യുന്നുണ്ട്? രാവിലെ എണ്ണിക്കുമ്പം ആദ്യം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ബൈബിൾ വായിച്ച് ശോധന ചെയ്ത് മുമ്പോട്ട് പോകുന്നവർ ഇല്ലെങ്കിൽ ഓർത്തോളൂ, അങ്ങനെ ചെയ്യണം. അനുഗ്രഹിക്കപ്പെടുമ്പോൾ മാത്രമല്ല പ്രാർത്ഥിക്കേണ്ടത്, അനുഗ്രഹിക്കപ്പെടുമ്പോൾ മാത്രമല്ല സ്തുതിക്കേണ്ടത്. നിന്നെ ദൈവം വിൽഡർനെസ്, ഡെസേർട്ടിൽ, ആ യഹൂദ ആ മരുഭൂമിയിൽ, ഒന്നുമില്ലാത്ത സ്ഥലത്ത്, ഏകാന്തതയിൽ, ഇല്ലായ്മയിൽ ദൈവം നിന്നെ കടത്തിയാലും ദൈവത്തിൻ്റെ വചനം എടുത്ത് വായിച്ച് ധ്യാനിക്കുന്നവരായി തീരണം. ദാവീദിന് ഇല്ലായ്മ വിഷയമേ അല്ല. അടുത്തിരിക്കുന്നവരുടെ കരം പിടിച്ച് പറഞ്ഞാട്ടെ, ദാവീദിന് ഇല്ലായ്മ വിഷയമേ അല്ല. പക്ഷെ നമുക്ക് ഇല്ലായ്മയാണ് വിഷമം. നമ്മുടെ വിഷയം എന്താണ്? ഇല്ലായ്മ. റോട്ടിൽ കൂടെ നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു പോസ്റ്റർ കണ്ടാൽ മതി, ഒരു വലിയൊരു പാസ്റ്ററിൻ്റെ, ഒരു പ്രവാചകൻ്റെ, അവിടെ ഒരു കൺവെൻഷൻ ഉണ്ട്, നമുക്ക് പോവാം, ഒന്ന് തല കൊടുത്തൊന്ന് പ്രാർത്ഥിച്ച് നോക്കാം. മക്കൾ അമേരിക്കയ്ക്ക് പോവോ, അന്റാർട്ടിക്കയ്ക്ക് പോവോ? അക്രൈസ്തവർ നമ്മളെക്കാളും ഇഷ്ടം പോലെ പേര് വിദേശ രാജ്യത്ത് പോകുന്നു. ഒരു പ്രാർത്ഥനയില്ല, ഒരു വിളിയുമില്ല, ഒരു നേർച്ചയില്ല, ഒന്നും ഇടാതെ നമ്മളെക്കാളും നൂറ്റുകണക്കാന ജനങ്ങൾ വിദേശത്ത് കപ്പലിൽ കൂടിയും ഫ്ലൈറ്റിൽ കൂടിയും കയറി നമ്മളെക്കാളും വലിയ ജോലി ചെയ്യുന്ന അക്രൈസ്തവർ ഒത്തിരി പേരുണ്ട്. ഇന്ന് ഒരു കൂട്ടം ജനം കർത്താവിൻ്റെ നാമം പറഞ്ഞ് ജനങ്ങളെ ചൂഷണം ചെയ്യുന്നവരാണ് ഇന്ന് നമ്മുടെ സഭകളിലുള്ളത്. നീ വാ, നിനക്കെന്ത് കിട്ടും? തേങ്ങ കൊല കിട്ടും. ക്ഷമിക്കണം, അതിനുവേണ്ടി വരരുത്. നമുക്ക് വേണ്ടി നിത്യജീവനെ തന്ന കർത്താവ് യേശു ക്രിസ്തുവിനെ ആരാധിക്കാൻ വരണം. ആമേൻ, ഹല്ലേലൂയ. ഓർത്ത് നോക്കിയേ, നമ്മളെക്കാളും അക്രൈസ്തവർ ലോകപ്രകാരമായിട്ട് എത്ര ഉയർച്ചയിൽ അവരിയ്ക്കുന്നത്. നമ്മുടെ കാറിൻ്റെ വില 10 ലക്ഷമാണെങ്കിൽ അവൻ്റെ കാറിൻ്റെ വില 1 കോടിയാണ്. ആമേൻ. പക്ഷേ മരിച്ച സ്വർഗത്തിൽ പോകുന്ന ആരാ? ചിലർക്ക് വലിയ സങ്കടം. മരിച്ച ആരാ സ്വർഗത്തിൽ പോകുന്ന? പറഞ്ഞേ, ദാവീദിനെ പോലെ ജീവിക്കുന്നവർ പോകും. സാഹചര്യത്തിന് ഒത്തവണ്ണം ജീവിക്കുന്നവരല്ല. അവൻ അഭിഷേകം പ്രാപിച്ചവനാ, രാജാവായിട്ട് അഭിഷേകം പ്രാപിച്ചവനാ, അവകാശമുണ്ടായിരുന്നു. ദൈവസന്നിധിയിൽ അവന് പ്രാർത്ഥിക്കാമായിരുന്നു, കർത്താവേ എന്താണ് ഇത് പ്രശ്നം? എന്നെ അങ്ങ് രാജാവായി അഭിഷേകം ചെയ്തിട്ട് എന്തുകൊണ്ടോ എന്നെ അങ്ങ് എൻ്റെ അവസ്ഥ ഇങ്ങനെയായിത്തീരുന്നു?
ഒന്നുമില്ലാത്ത അവസ്ഥ. വൈ? അവന് സാമുവേൽ പ്രവാചകന്റെ അടുത്ത് പോയി ആലോചന ചോദിക്കാമായിരുന്നല്ലോ. അങ്ങാണല്ലോ എന്നെ അഭിഷേകം ചെയ്തത്, പിന്നെ എന്തിനാ വെറുതെ എന്നെ ഇപ്പം ഈ അവസ്ഥയിലാക്കിയത്? ഒന്ന് പ്രാർത്ഥിച്ച് ഒന്ന് ആലോചന പറയാമോ? ഇല്ല. അവൻ അറിയാം, ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. സാമുവേൽ പ്രവാചകന് പകരം വേറൊരു പ്രവാചകൻ ഉണ്ടായിരുന്നിരുന്നെങ്കിൽ ആ പ്രവാചകൻ പറഞ്ഞേനെ, ഓ തലമുറയായി നിന്റെ കുടുംബത്തിന് വിരോധമായി പൊരുതുന്ന ദുഷ്ടശക്തികളുണ്ട്, അതിനെ ഞാൻ ശാസിച്ചു തരാം എന്നല്ല. ശാപമല്ല അവനെ തടഞ്ഞത്, ദുഷ്ടശക്തികളല്ല അവനെ തടഞ്ഞത്. മരുഭൂമിയിൽ പ്രവേശിപ്പിച്ചത് ദൈവം തന്നെയാ. When Jesus Christ took baptism, യേശു കർത്താവ് സ്നാനമേറ്റപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു വിളി വന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പക്ഷെ പരിശുദ്ധാത്മാവ് കൊണ്ടുപോയത് ഈ യഹൂദ ഡെസേർട്ടിലാണ്, ഈ മരുഭൂമിയിലാണ് യേശു കർത്താവിനെ കൊണ്ടുപോയത്. സ്വർഗത്തിൽ നിന്ന് വിളി വന്നത് എന്തായിരുന്നു? ഇവൻ എൻ്റെ പ്രിയപുത്രൻ. പരിശുദ്ധാത്മാവ് നയിക്കേണ്ടത് രാജകൊട്ടാരത്തിലായിരുന്നു, പക്ഷെ നയിച്ചത് ദാവീദിനെ. ഏത് ആത്മാവ് ആ യഹൂദ ഡെസേർട്ടിൽ നയിച്ചോ അതേ ഡെസേർട്ടിലാണ് കർത്താവിനെ നയിച്ചത്. പക്ഷെ ഓർത്തോളണം, അവിടെ ശുശ്രൂഷിക്കാൻ ജനങ്ങളുണ്ടായില്ലായിരുന്നു, പക്ഷെ അവിടെ ശുശ്രൂഷിക്കാൻ ദൈവത്തിൻ്റെ ദൂതന്മാരുണ്ടായിരുന്നു. കർത്താവ് പറഞ്ഞു, അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ ദൈവം തന്നെയാണ് ദാവീദിനെയും പൊറ്റിപ്പുലർത്തിയത്. 13 വർഷക്കാലം, 13 വർഷക്കാലം, 1-2 വർഷമല്ല, 1-2 ദിവസമല്ല, 13 വർഷക്കാലം അവനിട്ടിരുന്ന വസ്ത്രം മുഷിയാതെ, അവൻ്റെ ദേഹം ക്ഷയിക്കാതെ അവനെ ബലപ്പെടുത്തി, അവനെ ശക്തിപ്പെടുത്തി ദാവീദിനെ വഴി നടത്താൻ ഒരു ദൈവം ഉണ്ടായിരുന്നെങ്കിൽ, ഇന്ന് പകൽക്കാലം ഞാൻ ദൈവസന്നിധിയിൽ പറയട്ടെ, ആരെങ്കിലും വിചാരത്തോട് വന്നെങ്കിൽ നിന്നെ ക്ഷേമമോട് നടത്തുന്ന ഒരു ദൈവം നിന്റെ പക്ഷത്തുണ്ട്. അതാണ് യഥാർത്ഥ വിശ്വാസം, ദ റിയൽ ഫെയ്ത്ത്. പലപ്പോഴും നമ്മൾ തൃപ്തി കണ്ടെത്തുന്നത് നമ്മുടെ പ്രാർത്ഥന വിഷയങ്ങൾക്ക് ഉത്തരം വരുമ്പോഴാണ്. 2 ദിവസം കഴിഞ്ഞ് ഭർത്താവ് പറയണം, നമുക്ക് എറണാകുളം പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ ഇരുന്ന് പ്രാർത്ഥിക്കും, കർത്താവേ ജയലക്ഷ്മിയിൽ പോകുവാൻ തക്കവണ്ണം ഭർത്താവോട് ഇടപെടണം. ദാവീദ് കൈയടിച്ചിരുന്നിരുന്നെങ്കിൽ, നിങ്ങളടിക്കാത്ത കൈയാണ് അവൻ കടിച്ചത്. നിങ്ങളെക്കാളും കൂടുതൽ കൈയടിച്ചവനാ, നിങ്ങളെക്കാളും കൂടുതൽ പാട്ടുപാടിയവനാ, നിങ്ങളെക്കാളും കൂടുതൽ പ്രാർത്ഥിച്ചവനാ, നിങ്ങളെക്കാളും കൂടുതൽ സങ്കീർത്തനം വായിച്ചവനാ, നിങ്ങളെക്കാളും മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് വായിച്ചവൻ ദാവീദ് ഇന്ന് എവിടെ? He is with God. Amen. He is with God. അവൻ ദൈവത്തോടു കൂടെയായിരുന്നു അവൻ്റെ ജീവിതം. പലപ്പോഴും നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം വരുമ്പോൾ വളരെ സന്തോഷമാണ്. വീട് പണിയാൻ നമ്മൾ ബാങ്കിൽ ലോൺ അപ്ലൈ ചെയ്യും, സാങ്ഷൻ കിട്ടുമ്പോൾ സ്തോത്രം ചെയ്യും, അടയ്ക്കാൻ തുടങ്ങുമ്പോഴാണ് വിഷമം. കർത്താവേ, ഭാര്യമാർക്ക് ഭയങ്കര ആഗ്രഹം, അവർക്ക് പണിയൊന്നുമില്ലല്ലോ, പ്രാർത്ഥിക്കും, ഭർത്താവ് 3000 സ്ക്വയർ ഫീറ്റ് ആണോ. ഭർത്താവിന് മാത്രം ജോലി ഉണ്ടാവും. ഭർത്താവിനറിയാം പെട്ടുപോയി. ആര് പെട്ടുപോയി? പണിയെടുക്കുന്ന ഭർത്താവ് പെട്ടുപോയി. ആമേൻ. അവസാനം പാസ്റ്ററിൻ്റെ അടുത്ത് വരും, പാസ്റ്ററെ കടം വീട്ടാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ആദ്യം വന്നത് കടം വാങ്ങിക്കാൻ, ഇപ്പം വീട്ടാൻ. പ്രാർത്ഥിച്ച സ്വർഗത്തിൽ നിന്ന് ഇതുവരെ 1000 രൂപ കിട്ടോ 500 രൂപ കിട്ടോ കർത്താവ് കൊടുത്തതായിട്ട് ചരിത്രത്തിലില്ല, സ്വർണം തന്നതായിട്ടും ചരിത്രത്തിലില്ല. പണിയെടുക്കുമ്പോൾ നന്നായിട്ട് വേർക്കുമെന്ന് ചരിത്രത്തിലുണ്ട്. നന്നായിട്ട് പണിയെടുത്ത് പിന്നെ കടങ്ങളൊക്കെ അടച്ചു തീർക്കണം. അതുകൊണ്ടാണ് പറയുന്നത്, ദാവീദിനെ പോലെ ദൈവം അനുവദിക്കുന്ന സാഹചര്യങ്ങൾ, സന്ദർഭങ്ങൾ എന്താകട്ടെ, അത് ഉയർച്ചയാകട്ടെ താഴ്ചയാകട്ടെ, ഇല്ല യഹൂദ മരുഭൂമിയാകട്ടെ, ദൈവം അനുവദിക്കുന്ന, ദൈവം വെച്ചിരിക്കുന്ന സ്ഥലത്ത് ഞാൻ സന്തോഷത്തോടെ ദൈവത്തോടു കൂടെയായിരിക്കും. ആമേൻ. അവൻ എപ്പോഴും ദൈവമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിച്ചവനാണ്. ഹി ഓൾവേസ് ട്രൈ ടു ഗെറ്റ് കണക്റ്റഡ് വിത്ത് ഗാഡ്.
സാഹചര്യം അവനെ ദൈവമായിട്ട് ഡിസ്കണക്റ്റ് ആകാൻ അവൻ സമ്മതിച്ചില്ല. ഹി ഓൾവേസ് എപ്പോഴും ദാവീദ് ദൈവമായിട്ട് കണക്റ്റഡ് ആയിട്ടിരുന്നത്. അവനറിയാം അവൻ്റെ ജീവൻ്റെ രക്ഷയ്ക്കായി ഓടി വന്നു. ജീവൻ വലിയ വിലപ്പെട്ടതാണെന്ന് വിചാരിച്ച് വന്നപ്പോൾ അവന് മനസ്സിലായി എൻ്റെ ജീവനേക്കാളും വലിയത് ദൈവത്തിൻ്റെ ദയ. ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ അവന് മനസ്സിലായി ദാവീദിനെ ദൈവം രാജാവായി അഭിഷേകിച്ചത് അവൻ്റെ കഴിവ് കൊണ്ടല്ല, അവൻ അർഹതപ്പെട്ടവനായതുകൊണ്ടല്ല, ഒന്നുമല്ല. ദൈവം എന്തുകൊണ്ട് അവനെ തിരഞ്ഞെടുത്തെന്ന് അവന് തന്നെ ഒരു പിടിയില്ല. അപ്പോൾ അവൻ പറഞ്ഞു, ദൈവത്തിൻ്റെ ദയ എൻ്റെ ജീവനേക്കാൾ നല്ലത്. അപ്പോൾ ദൈവം അവനെ അഭിഷേകം ചെയ്തെങ്കിൽ ആ അഭിഷക്തനായ ദൈവം ഇവനെ ഏത് ദൗത്യത്തിന് വേണ്ടി അഭിഷേകം ചെയ്തോ ആ ദൗത്യം നിറവേറ്റുവാൻ മതിയായവനെന്ന് അവൻ എന്ത് ചെയ്തു? ഹി കെപ്റ്റ് ക്വയറ്റ്. അവനറിയത്തില്ല എത്ര വർഷകാലം യഹൂദ മരുഭൂമിയിൽ ജീവിക്കണം എന്ന് അവനറിയത്തില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവൻ ദൈവത്തിന് വേണ്ടി വില കൊടുത്ത് ജീവിച്ചതുപോലെ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, കർത്താവിന് വില കൊടുത്ത് ജീവിക്കണം. ഏത് സാഹചര്യത്തിലും എനിക്ക് എൻ്റെ ദൈവമാണ് വലുത്, എൻ്റെ ദൈവമാണ് ബെസ്റ്റ്. എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. അങ്ങനെ കർത്താവിന് മുൻഗണന കൊടുക്കുന്നവൻ കർത്താവിൻ്റെ സന്നിധിയിൽ പറയും, കർത്താവിൻ്റെ ദയ ജീവനേക്കാൾ നല്ലത്. എൻ്റെ അധരങ്ങൾ കർത്താവിനെ സ്തുതിക്കും. എൻ്റെ ജീവകാലമൊക്കെ ഞാൻ അങ്ങനെ തന്നെ അങ്ങേ വാഴ്ത്തും. അങ്ങനെ തന്നെ ഞാൻ വാഴ്ത്തും. ദൈവത്തെ എപ്പോഴും വാഴ്ത്തും. 13 വർഷമായി വിടുതല കിട്ടിയിട്ടില്ല, ഓർത്തോളൂ. നമ്മളാണെങ്കിൽ ഒരു 3 ദിവസം ഉപവസിച്ചതിന്, പിന്നെ ഒരു 7 ദിവസം, പിന്നെ ഒരു 21 ദിവസം ഒന്നും കിട്ടിയില്ലെങ്കിൽ സാരമില്ല, ദൈവഹിതം പോലെ നടക്കട്ടെ എന്ന് വിടും. പക്ഷേ ഇവിടെ ദൈവഹിതം പോലെ നടക്കട്ടെ എന്നല്ല, ഇവനറിയാം ദൈവം അനുവദിക്കാതെ എൻ്റെ ജീവിതത്തിലൊന്നും സംഭവിക്കത്തില്ല. അവൻ മരുഭൂമിയിൽ വെച്ച് അവൻ രക്ഷയ്ക്കായി ഓടി രക്ഷപ്പെടാമെന്ന് അവൻ വിചാരിച്ചില്ല. ഹി നെവർ ട്രൈഡ്. അവൻ ദൈവം അനുവദിച്ച സ്ഥലത്തിൽ അങ്ങനെ തന്നെ പോയി. എവിടെ വെച്ച് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും മരിക്കാം. മരണമല്ല വിഷയം. നമ്മുടെ വിഷയം മരിച്ചാൽ ദൈവസന്നിധിയിൽ എടുക്കപ്പെടും. അതാണ് നമ്മുടെ വിഷയം. എത്ര നേടിയെന്നല്ല, എത്ര ഉണ്ടാക്കിയെന്നല്ല, എത്ര ഒതുക്കിയെന്നല്ല, ദൈവസന്നിധിയിൽ പ്രവേശിക്കാൻ യോഗ്യത നാം പ്രാപിച്ചു. അതാണ് നമ്മുടെ വിഷയം. എല്ലാം നഷ്ടപ്പെട്ടു, പ്രതികൂലത്തിൻ്റെ നടുവില. പക്ഷേ ഇവൻ അതിൻ്റെ നടുവിലും ദൈവത്തെ സ്തുതിച്ചു. നിങ്ങൾക്കും എനിക്കും ചെയ്യാൻ കഴിയാത്ത സംഭവം അവൻ്റെ ജീവിതത്തിൽ നടന്നത് കേട്ടോ. നമ്മൾ സ്തുതിക്കുമോ? ഒന്ന് ഓർത്ത് നോക്കി. നമ്മളെ ഓമനിച്ച് വളർത്താൻ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ അന്വേഷിക്കുന്നില്ല. നമ്മുടെ കൂടപ്പിറപ്പുകൾ, ചേട്ടന്മാർ മോനെ 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 എന്ന് വിളിച്ച് നടന്നവർ അന്വേഷിക്കുന്നില്ല. കൈയടിച്ച് പാട്ട് പാടിയവർ, മറ്റവൻ 1000 കൊന്നപ്പോൾ ഇവൻ 10,000 കൊന്നു എന്ന് സ്തുതിച്ചവനെയും കാണാനില്ല. അഭിഷേകം ചെയ്ത പാസ്റ്റർ സാമുവേലിനെയും കാണാനില്ല. ഒരു മനുഷ്യനെയും കാണാനില്ല. നിങ്ങൾ പറയാറില്ലേ, പാസ്റ്ററിൻ്റെ വീട്ടിൽ വന്നിട്ട് എത്ര ദിവസമായിരുന്നു? കർത്താവ് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയത്. ഈ പാസ്റ്റർ തന്നില്ലെങ്കിലും കുഴപ്പമില്ല. മനസ്സിലാകുന്നുണ്ടോ? എന്നേക്കാൾ വലിയവൻ സ്വർഗത്തിലെ ദൈവമാണ്. ശമൂവേലിനേക്കാളും വലിയവൻ സ്വർഗത്തിലെ ദൈവമാണ്. മോശയെക്കാളും വലിയവൻ സ്വർഗത്തിലെ ദൈവമാണ്. ഈ ദൈവം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ തേടി നിങ്ങളുടെ കൂടെ വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എത്ര വിലപ്പെട്ടവർ നിങ്ങൾ മറന്നു പോകരുത്. ഇവിടെ ദാവീദ് കരയുന്നത് നമുക്ക് കാണാൻ കഴിയത്തില്ല, വെറുവെറുക്കുന്നത് നമുക്ക് കാണാൻ കഴിയത്തില്ല. അവൻ പറയാണ്, എല്ലാം നഷ്ടപ്പെട്ടിട്ടും കുടുംബവും എല്ലാറ്റിനും ഉപരി ഇവൻ ആരുടെ ഭർത്താവാണെന്നറിയാമോ? ശൗൽ രാജാവിൻ്റെ മോൾ. സാധാരണപ്പെട്ടവനല്ല. അവൻ്റെ ഭാര്യ ആരാന്നറിയാമോ? രാജ്ഞിയ. അവൾ പോലും അന്വേഷിച്ചു വന്നില്ല. അതുകൊണ്ട് തങ്കക്കുടങ്ങളെ, നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളെ ഓർത്തില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ഓർക്കുന്നതിന് ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം. അതേപോലെയാണ് നിങ്ങൾക്ക്. നിങ്ങളുടെ ഭർത്താക്കന്മാർ നിങ്ങളെ ഓർത്തില്ലെങ്കിലും നിങ്ങളെ ഓർത്തിരിക്കുന്ന ഒരു പരമപിതാവ് സ്വർഗത്തിൽ ഉണ്ടെന്ന് നിങ്ങൾ മറന്നു പോകരുത്. ആമേൻ. ഞാൻ വീണ്ടും പറയാം, ദാവീദ് പെർഫെക്റ്റ് മാനല്ല, പക്ഷെ ദൈവസന്നിധിയിൽ ചലനമുണ്ടാക്കിയവനാണ്. നമ്മൾ വിശുദ്ധനായിട്ട് ജീവിക്കാൻ ട്രൈ ചെയ്യും, മറ്റുള്ളവരോട് വെളിപ്പെടുത്തും. പക്ഷെ ദാവീദിനെ പോലെ സമർപ്പണമുള്ള ഒരു ജീവിതം നമ്മൾ നയിക്കാൻ തയ്യാറല്ല.
ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൽ എന്ത് നഷ്ടപ്പെട്ടാലും ദൈവമായിട്ട് ബന്ധത്തിൽ ജീവിക്കുന്നവൻ നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്ത് വിചാരപ്പെടത്തില്ല. എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെടാതെ ഒരുവനുണ്ടല്ലോ, ആ ദൈവം എൻ്റെ കൂടെ ഉള്ളതിനെ സ്തോത്രം ചെയ്യുന്നു. അവൻ ആ മരുഭൂമിയിൽ കിടന്നവൻ എന്ത് പറയുന്നറിയാമോ? കർത്താവിൻ്റെ ചിറകിൻ്റെ കീഴിൽ മറച്ചെന്ന്. ഞാനാണെങ്കിൽ പറയണ്ട, നിനക്ക് ഭ്രാന്താന്ന് പറയും. അവൻ എന്ത് പറയാം? മരുഭൂമിയിലൊന്നുമില്ല, കുടിക്കാൻ പോളല്ലോ, ഒന്നുമില്ല. അവൻ പറയണ കർത്താവ് എന്നെ ചിറകിൻ്റെ കീഴിൽ മറച്ചു. അങ്ങനെ ഒരാൾ സാക്ഷി പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ആരെങ്കിലും വില കൊടുക്കുമോ? ഇതേപോലെ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ല ടൈയും കോട്ടുമൊക്കെ ഇട്ട് വന്നാൽ നിങ്ങൾ പറയും, ഓ വലിയ ആളാന്ന് പറയും. ഒന്നുമില്ല, ഹി ഡസൻറ്റ് ഹാവ് എനിത്തിങ്, ബട്ട് ഹി ഹാസ് ഗോട്ട് ഓൺലി ഗോഡ് വിത്ത് യു. അവനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പറയും, എൻ്റെ അപ്പനും അമ്മയും സ്വന്തക്കാരും ബന്ധക്കാരും എന്നെ സ്തുതിച്ചവരും എൻ്റെ ഭാര്യയും മിഖായും ആരുമില്ല, എൻ്റെ അമ്മായപ്പൻ എൻ്റെ ശത്രുവാണ്, ആരുമില്ല. നോബഡി ഈസ് ദേർ. എൻ്റെ കൂട്ടുകാരൻ ജോനത്താൻ പോലും ഇല്ല. നോബഡി ഈസ് ദേർ. പക്ഷെ ദൈവമുണ്ട്. ആമേൻ. പക്ഷെ ദൈവമുണ്ട്. കാരണം ദൈവമായിട്ടുള്ള പേഴ്സണൽ ബന്ധം അവൻ നിലനിർത്തി, അതിനെ പുതുപ്പിച്ച് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ അവൻ ഓരോ ദിവസവും ഹല്ലേലൂയ ദൈവത്തോടു കൂടെ നടക്കുവാനിടയായി. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ദാവീദിനെ പോലെ ഒരു പ്രത്യാക്ഷയുള്ള ഒരു ജീവിതം, ദൈവത്തോട് കൂടെ ഉള്ള വിശ്വാസം ഉള്ള ഒരു ജീവിതം നമ്മളെ കൊണ്ട് നയിക്കാൻ കഴിയുന്നുണ്ടോ? പലപ്പോഴും നമ്മൾ വരുന്നത് ഭൗതിക നന്മകൾക്ക് വേണ്ടിയാണ്, ഭൗതിക ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയാണ്. പക്ഷെ വാഗ്ദത്തം ദൈവം ദാവീദിന് നേരിട്ട് കൊടുത്തിട്ടും നേരിട്ട് അഭിഷേകം കൊടുത്തിട്ടും ആ വാഗ്ദത്തം എന്തുകൊണ്ടാണ് നിറവേറ്റുന്നില്ല എന്നുള്ള വിചാരം അവൻ്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. അവൻ്റെ മാതാപിതാക്കൾ അവനെ മറന്നിട്ടും അവൻ അതിനെക്കുറിച്ച് കംപ്ലൈൻ്റ് ഇല്ലായിരുന്നു. സഹോദരന്മാർ അവനെ ഓർത്തില്ല എന്നുള്ളത് അവന് കംപ്ലൈൻ്റ് ഇല്ലായിരുന്നു. അവൻ്റെ പാസ്റ്റർ സാമുവേൽ, ആ പ്രവാചകൻ സാമുവേൽ അവനെ ഓർത്തില്ല എന്ന് പറഞ്ഞ് അവന് കംപ്ലൈൻ്റ് ഇല്ലായിരുന്നു. അവനൊരു പരാതിയും ഇല്ലായിരുന്നു. അവൻ ഹല്ലേലൂയ, അവൻ പറയാണ്, എൻ്റെ ജീവനേക്കാൾ നല്ലതാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാമോ? ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഈ യാത്രയിൽ ദാവീദ് ദൈവത്തിന് മുൻഗണന കൊടുത്തതുപോലെ സാഹചര്യം കണ്ടല്ല ജീവിക്കേണ്ടത്. നമ്മുടെ പ്രാർത്ഥന വിഷയങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ല ജീവിക്കേണ്ടത്. ഹല്ലേലൂയ. ആര് നമ്മളോട് സഹകരിച്ചാലും സഹകരിച്ചില്ലെങ്കിലും, ആര് നമ്മളെ ഓർത്താലും ഓർത്തില്ലെങ്കിലും, അംഗീകരിച്ചില്ലെങ്കിലും, ഓരോ ദിവസവും അതിരാവിലെ എഴുന്നേൽക്കുമ്പോൾ നിൻ്റെ ആത്മാവ് ദൈവത്തിനായി ദാഹിക്കണം. ആദ്യം എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ ഹല്ലേലൂയ പ്രാർത്ഥിക്കണം. ദൈവസന്നിധിയിൽ വചനം വായിച്ച് ധ്യാനിക്കണം. ഹല്ലേലൂയ. പേഴ്സണൽ പ്രയർ ഉണ്ടായിരിക്കണം, കുടുംബ പ്രാർത്ഥന ഉണ്ടായിരിക്കണം, ദൈവമായിട്ടുള്ള ഹല്ലേലൂയ ഒരു ആരാധന ഉണ്ടായിരിക്കണം, ഒരു സ്തുതി ഉണ്ടായിരിക്കണം, ഒരു നന്ദി പറച്ചിൽ അവിടെ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പദ്ധതികൾ വെളിപ്പെടുവാൻ ദൈവസന്നിധിയിൽ സ്തോത്രയാഗം അർപ്പിക്കണം. തലേദിവസം പ്രാർത്ഥിച്ച വിഷയത്തിന് ദൈവം വില കൊടുത്തോ ഇല്ലയോ, കേട്ടില്ലയോ, ഉത്തരം പറഞ്ഞോ ഇല്ലയോ, ദൈവം നിൻ്റെ കൂടെ ഉണ്ടല്ലോ. ഉത്തരത്തെക്കാളും വലിയത് ദൈവം നിൻ്റെ കൂടെ വസിക്കുന്നതാണ്. നിൻ്റെ വിഷയത്തെക്കാളും വലിയവൻ ദൈവമാണ്. ആ ദൈവം നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നീ എന്തിനാ വിചാരപ്പെടുന്നത്? നിൻ്റെ കുടുംബത്തെക്കാളും വലിയവൻ ദൈവം നിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ എന്തിനാണ് നീ വിചാരപ്പെടുന്നത്? നിൻ്റെ മാതാപിതാക്കളെക്കാളും വലിയവൻ നിൻ്റെ ദൈവമാണല്ലോ, എന്തിനാ വിചാരപ്പെടുന്നത്? ഹല്ലേലൂയ. നിൻ്റെ മക്കളെക്കാളും വലിയവൻ ദൈവമാണല്ലോ, പിന്നെ എന്തിനാ നിങ്ങൾ വിചാരപ്പെടുന്നത്? ഈ ഭൂമിയിൽ എന്ത് നഷ്ടപ്പെട്ടാലും ദൈവം നഷ്ടപ്പെട്ടില്ലെങ്കിൽ, ദൈവമായിട്ടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടില്ലെങ്കിൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, അതാണ് ഏറ്റവും ഉത്തമമേറിയത്. ഹല്ലേലൂയ. ലോകം മുഴുവനും മറക്കാം. മല്ലനായ ഗോലിയാത്തിനെ വീഴ്ത്തിയത് മറന്നുപോയി. പക്ഷെ മറക്കാത്ത ഒരു ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. കാരണം എന്താണെന്നറിയാമോ? അതാണ് അവൻ്റെ വിശ്വാസം. ഹല്ലേലൂയ. ആ പ്രതികൂലത്തിൻ്റെ നടുവിലും അവൻ ദൈവത്തെ സ്തുതിച്ചു. പ്രയാസങ്ങളുടെ നടുവിലും അവൻ ദൈവത്തെ സ്തുതിച്ചു. ഇല്ലായ്മയുടെ നടുവിലും അവൻ ദൈവത്തെ സ്തുതിച്ചു. ഹല്ലേലൂയ. He learned to sing songs when he doesn't have anything. ഒന്നുമില്ലായ്മയുടെ നടുവിൽ, ഇരുട്ടിൻ്റെ നടുവിൽ, അന്ധകാരത്തിൻ്റെ നടുവിൽ, പ്രയാസത്തിൻ്റെ നടുവിൽ ഒരു മുന്നേറ്റവുമില്ല, ഒരു പ്രോഗ്രസ്സും അവൻ്റെ ജീവിതത്തിലില്ല. അഭിഷേകം പ്രാപിച്ചവനാണ്, ദൈവത്താൽ അയച്ച് ദൈവത്തിൻ്റെ നിയോഗം അനുസരിച്ച് അഭിഷേകം പ്രാപിച്ചവനാണ് ദാവീദ്. പക്ഷെ ഒരു പുരോഹിതവുമില്ല. 1 വർഷമായി, 2 വർഷമായി യഹൂദ മരുഭൂമിയിൽ അവൻ കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി, വർഷങ്ങളായി. നോ ഇംപ്രൂവ്മെൻറ്റ്, നത്തിങ് ഈസ് ഹാപ്പനിങ് ഇൻ ഹിസ് ലൈഫ്.
പക്ഷെ അവൻ അതിനെക്കുറിച്ച് യാതൊരു ഭാരവുമില്ല. ജീവിതത്തിൽ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല, ഒരു വിഷമവും അവനില്ലായിരുന്നു, ഒരു ഭാരവും ഇല്ലായിരുന്നു. ഹല്ലേലൂയ. അവൻ്റെ സഹോദരന്മാർക്ക് അവനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലായിരുന്നു, അവൻ്റെ മാതാപിതാക്കൾ അവന് ഒരു ഐഡിയ ഇല്ലായിരുന്നു, ഒന്നും അവനെക്കുറിച്ച് എനിക്കറിയത്തില്ല. ആരാരെല്ലാം അവനെക്കുറിച്ച് എന്ത് സംസാരിച്ചെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ നമ്മുടെ വിശ്വാസികളെപ്പോലെ കമൻ്റ് അടിക്കുന്ന ചിലർ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നിരിക്കും. കണ്ടില്ലേ അവൻ അഭിഷേകം പ്രാപിച്ചു, ഇന്ന് എവിടെ പോയി, അവനെ കാണാനില്ല, മഷിയിട്ട് തപ്പിയപ്പോൾ അവനെ കണ്ടെത്താൻ പറ്റത്തില്ല, അവൻ എവിടെ പോയി എന്ന് പരിഹസിച്ചവരുണ്ടായിരിക്കാം, നിന്ദിച്ചവരുണ്ടായിരിക്കാം. അവനെക്കുറിച്ച് പാട്ട് പാടിയവർ തന്നെ പരിഹസിച്ച് അവനെ നിന്ദിച്ചിരിക്കാം. ഹല്ലേലൂയ. പക്ഷേ ഹല്ലേലൂയ, അവനെ തള്ളിക്കളയാത്ത ഒരു വ്യക്തി അവനോട് കൂടെ ഉണ്ടെന്ന് അവന് ഉറപ്പുണ്ടായിരുന്നു. അവനെ സൃഷ്ടിച്ച ദൈവം അവനോട് കൂടെ വസിക്കുമെന്ന് അവന് ഉറപ്പുണ്ടായിരുന്നു. ഈ മരുഭൂമിയിലും ദൈവം എൻ്റെ കൂടെ വസിക്കും, ദൈവം എന്നെ താങ്ങി വഴി നടത്തും, ദൈവം എനിക്ക് തണലായിരിക്കും, ദൈവം എനിക്ക് നിഴലായിരിക്കും, ദൈവം എനിക്ക് ആഹാരമായിരിക്കും, ദൈവം എനിക്ക് ബലമായിരിക്കും എന്ന ഉറപ്പ് ദാവീദിനുണ്ടായിരുന്നു. ഒരു പരാതിയുമില്ല. Thy loving kindness is better than life. Thy loving kindness is better than life എന്നവൻ പാടി. അവസാനം അവൻ്റെ ജീവിതം ലൈഫിന് പോലും അവൻ വില കൊടുത്തില്ല. അവൻ പറഞ്ഞു, മൈ ലൈഫ് ഈസ് നത്തിങ് ബിഫോർ ഗോഡ്. ജീവൻ്റെ രക്ഷയ്ക്കായി ഓടി വന്നത് നമ്മളെല്ലാവരും ജീവൻ്റെ രക്ഷയ്ക്കായിട്ട് ഓടുന്നവരാ. പണിയെടുത്ത് എങ്ങനെയെങ്കിലും ജീവിതം രക്ഷ പ്രാപിക്കണം, മക്കളുടെ ജീവിതം രക്ഷപ്പെടണമെന്ന് ഓടുന്നവരാ. പക്ഷെ ദാവീദിന് അവസാനം മനസ്സിലായി, നത്തിങ്, മൈ ലൈഫ് ഈസ് നത്തിങ്. അതിനേക്കാളും വലുതാണ്, ഉത്തമമേറിയതാണ്, മഹോന്നതനാണ് ദൈവത്തിൻ്റെ ദയ. തീർച്ചയായിട്ടും അവനേക്കാളും പറയാൻ പുതിയ നിയമവിശ്വാസികൾക്കുണ്ട്. അന്ന് യേശു കർത്താവ് ജനിച്ചിട്ടില്ല, പക്ഷേ ഇന്ന് നമുക്കറിയാം, നമുക്ക് അവനേക്കാളും പാടി സ്തുതിക്കാനുണ്ട്. ക്രൂശിലെ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ത്യാഗോജലമായ നയിച്ച ഒരു ജീവിതം ഓർക്കുമ്പോൾ, പാപികളായി ജീവിച്ച് എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി പാപപരിഹാരം കണ്ടെത്തുവാൻ അതിപരിശുദ്ധനായ ദൈവപുത്രൻ യേശു കർത്താവ് ക്രൂശെടുത്തത് പിതാവ് കൊടുത്ത ക്രൂശായിരുന്നു. ആ ക്രൂശിൽ എന്തുണ്ടായിരുന്നു അറിയാമോ? താൻ ചെയ്ത പാപമല്ല, താൻ ഒരു പാപവും ചെയ്തിട്ടില്ലായിരുന്നു യേശു കർത്താവ്. നിങ്ങൾ ഞാനും ചെയ്ത പാപങ്ങളെല്ലാം തൻ്റെ തോളിൽ വഹിച്ചെന്ന എന്ന് പറഞ്ഞാൽ ഹി ക്യാരിഡ് ഇൻ ഹിസ് ലൈഫ്, അവൻ്റെ ജീവിതത്തിൽ വഹിക്കാനിടയായി. ആർക്കു വേണ്ടി? പ്രിയ സഹോദര സഹോദരിയെ, എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, നിങ്ങളുടെ കൂടപ്പിറപ്പുകൾക്ക് വേണ്ടി, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി, നിങ്ങളുടെ കൊച്ചുമക്കൾക്ക് വേണ്ടി. എത്ര വലിയവനാണ് ദൈവം! അവൻ്റെ ദയ എത്ര വലിയതാണ്! അവൻ്റെ സ്നേഹം എത്ര ശ്രേഷ്ഠമേറിയതാണ്! എത്ര വിലപ്പെട്ടതാണ്! എത്ര മഹത്വമുള്ളതാണ് ദൈവത്തിൻ്റെ സ്നേഹം! അത് ആരാഞ്ഞാൽ അളക്കാൻ കഴിയത്തില്ല. അതിനെ ഓർത്താൽ മൗനമായിരിക്കാൻ കഴിയത്തില്ല. അതിനെ ഓർത്താൽ സ്തുതിക്കാനേ തോന്നത്തുള്ളൂ. വി കനോട്ട് സിറ്റ് സിംപ്ലി. ക്രൂശിൽ ചെയ്ത് ആ ത്യാഗം ഓർക്കുമ്പോൾ, ആ തൻ്റെ ജീവനെ യാഗമായി കൊടുത്തത് ഓർക്കുമ്പോൾ നമുക്ക് മൗനമായിരിക്കാൻ കഴിയത്തില്ല. അതാണ് ശിഷ്യന്മാർക്ക് മൗനമായിരിക്കാൻ കഴിഞ്ഞില്ല. They went and preached the gospel. They went and said the gospel. അവർ പണത്തിന് വേണ്ടി ഓടിയവരല്ല, സ്ഥാനത്തിന് വേണ്ടി ഓടിയവരല്ല. അവർ ഓടി ക്രൂശിലെ മരിച്ച യേശു ക്രിസ്തുവിന് വേണ്ടി ഓടി. They lived for Christ. അവർക്ക് ലോകപ്രകാരമായിട്ട് ഒന്നും നേടാൻ കഴിഞ്ഞില്ല, നേടാൻ ആഗ്രഹിച്ചില്ല. പക്ഷേ ഇന്ന് ഭൂരിപക്ഷ ക്രിസ്ത്യാനികളും ലോകപ്രകാരമായി നേടാൻ ഓടുമ്പോൾ, കർത്താവ് തിരഞ്ഞെടുത്ത ശിഷ്യന്മാർ അവർ നേടിയത് മുഴുവനും ജനത്തെ കർത്താവിന് വേണ്ടി നേടി. ഈ സഭയെ വിളിക്കുന്നത് അതിനു വേണ്ടിയാണ്. ദൈവം ഈ സഭയെ കണ്ടിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. ദൈവം നിന്നെ കണ്ടിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. നിൻ്റെ ജീവിതം അനേക നശിച്ചു പോകുന്ന ആത്മാക്കളെ നേടുവാൻ തക്കവണ്ണം, അവരെ നിത്യതയിലേക്ക് കൊണ്ടുപോകുവാൻ, ഒരുക്കുവാൻ തക്കവണ്ണം ദൈവം നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നുള്ളത് നീ മറന്നു പോകരുത്. ഈ സഭയുടെ വിളി മറന്നു പോകരുത്. ദൈവമക്കളെ, നീ ദൈവത്തിൻ്റെ കരത്തിൽ ശ്രേഷ്ഠമേറിയവനാണ്.
ഈ ഭൂമിയിലൊന്നും നേടാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു ഭാവിനെയെങ്കിലും ക്രിസ്തുവിന് വേണ്ടി നേടാൻ കഴിയുമെങ്കിൽ നീ മഹാഭാഗ്യവാൻ.